Divisional Accountant Officer. Important one-word questions from Trading and Profit and Loss Account at Balance Sheet. Balance Sheet Preparation. Question number 137. What are the relevant items in balance sheet? നമ്മൾ ലാസ്റ്റ് സെക്ഷനിൽ ബാലൻസ് ഷീറ്റ് പ്രിപ്പറേഷനെ പറ്റി പഠിച്ചു. ഇതിൽ നമ്മളിപ്പോൾ ചോദിക്കുന്നത് ബാലൻസ് ഷീറ്റിൻ്റെ ഐറ്റംസ്, റിലവൻറ്റ് ഐറ്റംസ് എന്തൊക്കെയാണെന്നാണ്. നമുക്കറിയാം ലയബിലിറ്റി സൈഡും ഉണ്ട്, അസറ്റ് സൈഡും ഉണ്ട്. ലെഫ്റ്റ് സൈഡ് ലയബിലിറ്റി സൈഡ്, റൈറ്റ് സൈഡ് അസറ്റ് സൈഡ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കേണ്ടത് അസറ്റ് സൈഡിൽ. അസറ്റിൽ എന്തൊക്കെയാണ്? കറണ്ട് അസറ്റ് ഉണ്ട്, ഫിക്സഡ് അസറ്റ് ഉണ്ട്. ലയബിലിറ്റി വരുമ്പോൾ കറണ്ട് ലയബിലിറ്റി, ലോങ് ടേം ലയബിലിറ്റി. അസറ്റിൽ ഇൻറ്റാഞ്ചിബിൾ അസറ്റ് ഉണ്ട്, ടാഞ്ചിബിൾ അസറ്റ്, ഇൻറ്റാഞ്ചിബിൾ അസറ്റ് ഒക്കെ ഉണ്ട്. ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, ക്യാപിറ്റൽ ഉണ്ട്, ഡ്രോയിങ്സ് ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഒരു ബാലൻസ് ഷീറ്റിൽ റിലവൻറ്റ് ഐറ്റംസ് എന്ന് പറയുന്നത്? കറണ്ട് അസറ്റ്, കറണ്ട് ലയബിലിറ്റീസ്, ഫിക്സഡ് അസറ്റ്, ഇൻറ്റാഞ്ചിബിൾ അസറ്റ്സ്, ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ലോങ് ടേം ലയബിലിറ്റീസ്, ക്യാപിറ്റൽ, ഡ്രോയിങ്സ്. ഇത് നമ്മൾ എവിടെ ഏതൊക്കെ സൈഡിൽ ഏതൊക്കെ വരും എന്ന് കഴിഞ്ഞ പാർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 138. വാട്ട് ആർ കറണ്ട് അസറ്റ്സ്? ഇപ്പോൾ കറണ്ട് അസറ്റ് എവിടെയാണ് വരുന്നത്? ബാലൻസ് ഷീറ്റിൻ്റെ റൈറ്റ് സൈഡായ അസറ്റ് സൈഡിലാണ്. അപ്പം അസറ്റ് സൈഡിൽ കറണ്ട് അസറ്റ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. കറണ്ട് അസറ്റ് ആർ ദോസ് അസറ്റ് ദാറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ടു ക്യാഷ് ഓർ ഫോം ഓഫ് ക്യാഷ് വിത്തിൻ എ ഇയർ. ഒരു ഇയറിനുള്ളിൽ ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അസറ്റുകളെയാണ് നമ്മൾ കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം നമ്മുടെ ഫേമിനകത്ത് ഒരു വർഷത്തിനുള്ളിൽ നമുക്കത് കൺവേർട്ട് ചെയ്ത് ക്യാഷ് ആക്കാം. ഇപ്പോൾ ഒരു ബിൽസ് റിസീവബിൾ ഉണ്ട്, നമുക്ക് ഷോർട്ട് ടേമിലേക്കായിരിക്കും ആ ബില്ല് നമ്മൾ റിസീവ് ചെയ്യുന്നത്. നമുക്കത് പൈസ ഒരു 30 ഡേയ്സിനുള്ളിലോ അല്ലെങ്കിൽ ഒരു 2 മന്ത്സിനുള്ളിലോ നമുക്കതിൻ്റെ പേയ്മെൻറ്റ് കിട്ടും. അങ്ങനെയുള്ള ബില്ലുകളാണ് ബിൽസ് റിസീവബിൾ എന്ന് പറയുന്നത്. നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ ഫേമിൽ നിന്നും ഒരു കസ്റ്റമർ കടത്തിന് സാധനം വാങ്ങിച്ചുകൊണ്ട് പോയേക്കുക, 2 മാസത്തെ ഒരു ഇളവ് പറഞ്ഞ് വാങ്ങിച്ചുകൊണ്ട് പോയേക്കുക. അപ്പം നമ്മൾ എഴുതുന്ന ബില്ലാണ് ബിൽ റിസീവബിൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്കൊരു ഷോർട്ട് ടേം ഒരു അസറ്റാണ്. സോ ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് ഇൻ എ ഷോർട്ട് പീരീഡ്. അപ്പം അതാണ് കറണ്ട് അസറ്റ്. കറണ്ട് അസറ്റ് ദോസ് അസറ്റ് ദാറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് ഓർ ഫോം ഓഫ് ക്യാഷ് വിത്തിൻ എ ഇയർ, ഒരു വർഷത്തിനുള്ളിൽ. നെക്സ്റ്റ് 139. എക്സാമ്പിൾസ് ഫോർ കറണ്ട് അസറ്റ്. കറണ്ട് അസറ്റിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? അപ്പോൾ നമ്മളൊരു ലിക്വിഡിറ്റി ഫോർമാറ്റിലാണ് ബാലൻസ് ഷീറ്റ് എഴുതുന്നതെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡായ അസറ്റ് സൈഡിൽ ആദ്യം എഴുതുന്നത് ഏതായിരിക്കും? ലിക്വിഡിറ്റി ഫോർമാറ്റിൽ വരുമ്പോൾ കറണ്ട് അസറ്റുകളായിരിക്കും. അപ്പോൾ അതിൻ്റെ അണ്ടറിൽ എന്തൊക്കെയാണ് വരുന്നത്? ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ബിൽ റിസീവബിൾ, സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ്, സെമി ഫിനിഷ്ഡ് ഗുഡ്സ്, സൺട്രി ഡെറ്റേഴ്സ്, ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്സ്, പ്രീപെയ്ഡ് എക്സ്പെൻസസ്. അപ്പോൾ ഇത്രയും അസറ്റുകളാണ് നമുക്ക് എന്താണ് കറണ്ട് അസറ്റായിട്ട് വരുന്നത്. നെക്സ്റ്റ് 140. വാട്ട് ആർ കറണ്ട് ലയബിലിറ്റീസ്? കറണ്ട് ലയബിലിറ്റീസ് എന്തൊക്കെയാണ്? കറണ്ട് ലയബിലിറ്റീസ് ആർ ദോസ് ലയബിലിറ്റീസ് വിച്ച് ആർ എക്സ്പെക്റ്റഡ് ടു പെയ്ഡ് വിത്തിൻ എ ഇയർ ആൻഡ് വിച്ച് ആർ പെയ്ഡ് ഔട്ട് ഓഫ് കറണ്ട് അസറ്റ്. അപ്പം ഒരു വർഷത്തിനുള്ളിൽ കൊടുത്തു തീർക്കേണ്ട ലയബിലിറ്റീസിനെയാണ് കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. എക്സ്പെക്റ്റഡ് ടു പേ വിത്തിൻ എ ഇയർ ആണ്. ഒരു വർഷത്തിനുള്ളിൽ കൊടുത്തു തീർക്കേണ്ട ലയബിലിറ്റീസിനെയാണ് കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. 141. എക്സാമ്പിൾസ് ഓഫ് കറണ്ട് ലയബിലിറ്റീസ് ഏതൊക്കെയാണ്? ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഉണ്ട്, ബിൽസ് പേയബിൾ ഉണ്ട്, സൺട്രി ക്രെഡിറ്റേഴ്സ്, ഷോർട്ട് ടേം ലോൺസ് ആൻഡ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എക്സെട്ര. അപ്പം ബാങ്ക് ഓടി നമുക്കറിയാലോ, ഓവർ ഡ്രാഫ്റ്റ് നമുക്ക് കറണ്ട് അക്കൗണ്ട് ഹോൾഡേഴ്സിന് തരുന്ന ഒരു ഫെസിലിറ്റിയാണ് ഓവർ ഡ്രാഫ്റ്റ്. അപ്പോൾ നമുക്ക് ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റീസിൽ തിരിച്ചടവ് ഒരു ഷോർട്ട് പീരീഡേ അവർ തരുള്ളൂ. അതിനുള്ളിൽ നമ്മൾ അഡ്വാൻസ് എടുത്ത പൈസ നമ്മൾ തിരിച്ചടയ്ക്കണം. ബിൽസ് പേയബിളും അതുപോലെ തന്നെയാണ്. സപ്ലൈസിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ കടത്തിന് സാധനം വാങ്ങിച്ചേക്കുക, സപ്ലൈസിന് വിത്തിൻ എ ഇയറിനുള്ളിൽ നമ്മൾ ആ പേയ്മെൻറ്റ് കൊടുക്കണം. സൺട്രി ക്രെഡിറ്റേഴ്സും അതുപോലെ തന്നെയാണ്. ഷോർട്ട് ടേം ലോൺസ് അതാണ്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, എന്തെങ്കിലും കഴിഞ്ഞ വർഷം നമ്മൾ എക്സ്പെൻസ് കൊടുത്തിട്ടില്ല, അപ്പോൾ ഈ വർഷം നമ്മളത് കൊടുക്കണം. സോ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് ഈസ് ഓൾസോ എ കറണ്ട് ലയബിലിറ്റി. അപ്പോൾ ഇതൊക്കെയാണ് കറണ്ട് ലയബിലിറ്റീസിന് എക്സാമ്പിൾസ്. നെക്സ്റ്റ് 142. വാട്ട് ആർ ഫിക്സഡ് അസറ്റ്? ഫിക്സഡ് അസറ്റ് എന്തൊക്കെയാണ്? ഫിക്സഡ് അസറ്റ് ആർ held on long-term basis in business. Such assets are not acquired for the purpose of resale. ഇപ്പോൾ ഫിക്സഡ് അസറ്റ് നമുക്ക് ഇതിൽ പറയുന്നത് പോലെ തന്നെ റീസെയിലിന് വേണ്ടിയുള്ള അസറ്റുകളല്ല ഫിക്സഡ് അസറ്റ്. ഫേമിൻ്റെ ലോങ് ടേം ബേസിസിന് വേണ്ടി ഉപയോഗിക്കുന്ന അസറ്റുകളാണ്. ഇപ്പോൾ ഒരു ലാൻഡ് ആവാം, ബിൽഡിംഗ് ആവാം, എന്തെങ്കിലും ഒരു ഫർണിച്ചേഴ്സൊക്കെ ആയിരിക്കാം, ഒരു മെഷീനറി വെഹിക്കിൾസ് ഒക്കെ എന്താണ്? ഒരു ഫിക്സഡ് അസറ്റാണ്. ലോങ് ടേം ബേസിസിന് വേണ്ടി ഉപയോഗിക്കുന്ന അസറ്റുകളാണ്, റീസെയിൽ ചെയ്യുന്നില്ല.
അങ്ങനെയുള്ള അസറ്റുകളെ ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നു. എക്സാമ്പിൾസ് ഫോർ ഫിക്സഡ് അസറ്റ് നോക്കാം. ലാൻഡ്, ബിൽഡിങ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചേഴ്സ്, ഫിറ്റീഷ്യസ് എക്സെട്ര. ഇതൊക്കെയാണ് നമുക്ക് ആ പേര് കേൾക്കുന്ന ലാൻഡ്. നമുക്ക് ലോങ് ടേമിലേക്ക് വേണ്ടതാണ് ലാൻഡ്. ബിൽഡിങ്ങുകൾ അതൊക്കെ ലോങ് ടേം ആവശ്യത്തിന് വേണ്ടിയുള്ളതാണ്. സോ ഫിക്സഡ് അസറ്റിൻ്റെ എക്സാമ്പിൾസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 144. വാട്ട് ആർ ഇൻവെസ്റ്റ്മെൻറ്റ്സ്? ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്തൊക്കെയാണ്? ഫണ്ട് ഇൻവെസ്റ്റഡ് ഇൻ ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, ഷെയർ ഓഫ് ഗവൺമെൻറ് എക്സെട്ര, ഷെയർ ഓഫ് കമ്പനി എക്സെട്ര, ദേ ആർ ഷോൺ ഓൺ ദ കോസ്റ്റ് പ്രൈസ്. അപ്പോൾ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്താ? ഒരു കമ്പനിക്ക് ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ടാവും. വേറെ കമ്പനികളിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ടാവും, ഗവൺമെൻറ്റിൻ്റെ സെക്യൂരിറ്റീസ് വാങ്ങിക്കുന്നുണ്ടാവും. ഇതെല്ലാം നമ്മൾ കോസ്റ്റ് പ്രൈസിലാണ് എൻ്റർ ചെയ്യുന്നത്. അപ്പം ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആർ ഫണ്ട് ഇൻവെസ്റ്റഡ് ഇൻ ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, ഷെയർസ് ഓഫ് കമ്പനീസ്. ഇതൊക്കെ ഏത് പ്രൈസിലാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്? കോസ്റ്റ് പ്രൈസിലാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. നെക്സ്റ്റ് 145. വാട്ട് ആർ ലോങ് ടേം ലയബിലിറ്റീസ്? എന്താണ് ലോങ് ടേം ലയബിലിറ്റീസ് എന്ന് പറയുന്നത്? ഓൾ ലയബിലിറ്റീസ് അതർ ദാൻ കറണ്ട് ലയബിലിറ്റീസ് ആർ നോൺ as long term liabilities. Such liabilities are payable after 1 year of the date of balance sheet. നമുക്കറിയാം കറണ്ട് ലയബിലിറ്റി നമ്മൾ പഠിച്ചു, അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ലോങ് ടേം. നമുക്ക് തരും ഒരു വർഷത്തിൽ കൂടുതൽ, ഒരു വർഷത്തിന് മുകളിലോട്ടുള്ള ലയബിലിറ്റീസിനെയാണ് ലോങ് ടേം ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് ഫോർ ലോങ് ടേം ലയബിലിറ്റീസ്. ലോങ് ടേം ലയബിലിറ്റീസ് ഫ്രം ബാങ്ക് ആൻഡ് അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇപ്പം നമുക്കൊരു ഫേമിന് ലോൺ വേണമെങ്കിൽ നമ്മൾ ബാങ്കിനെ ആയിരിക്കും അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ ബാങ്ക് നമുക്ക് ലോങ് പീരീഡ് തരും റീപേയ്മെൻറ്റിന് വേണ്ടി. അപ്പോൾ അങ്ങനെയുള്ള ലയബിലിറ്റീസിനെയാണ് ലോങ് ടേം ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. 147. വാട്ട് യു മീൻ ബൈ ക്യാപിറ്റൽ? ക്യാപിറ്റൽ എന്താണെന്നാണ് അടുത്തത്. ക്യാപിറ്റൽ എന്താണ്? ഇറ്റ് ഈസ് ആൻ എക്സസ് ഓഫ് അസറ്റ് ഓവർ ലയബിലിറ്റി ഡ്യൂ ടു ഔട്ട്സൈഡർ. It represents the amount originally contributed by the proprietor partner as increased by profit and interest on capital and decreased by loss, drawings and interest on drawings. ഇപ്പോൾ ഇവിടെ ക്യാപിറ്റലിനെ വൈഡായിട്ട് പറഞ്ഞേക്കുന്നത്, ക്യാപിറ്റൽ എന്ന് പറയുന്നത് ലയബിലിറ്റി കുറവും അസറ്റ് കൂടുതലും അങ്ങനെ കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ നമുക്ക് എന്താന്ന് പറയാം? ക്യാപിറ്റലാന്ന് പറയാം. ഇറ്റ് ഈസ് ദ എക്സസ് ഓഫ് അസറ്റ് ഓവർ ലയബിലിറ്റി കുറവും അസറ്റ് കൂടുതലും ഡ്യൂ ടു ഔട്ട്സൈഡേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ. ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ ഒറിജിനൽ എമൗണ്ട് ആര് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതായിരിക്കാം? ഒരു പ്രൊപ്പറേറ്റർ, അതായത് ഓണർ. പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ പാർട്ട്നേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാവാം. അതെങ്ങനെയൊക്കെ പിന്നീട് അത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ്ഡ് ബൈ പ്രോഫിറ്റ് ഉണ്ടാകുമ്പോൾ ക്യാപിറ്റലിൽ നമ്മൾ എല്ലാ പ്രോഫിറ്റും നമ്മൾ മെമ്പേഴ്സിന് പാർട്ട്നേഴ്സിനൊന്നും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നില്ല. അപ്പോൾ പ്രോഫിറ്റ് കൂടിയാലും നമ്മൾ കുറച്ച് എന്ത് ചെയ്യും? ക്യാപിറ്റലിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യും. അപ്പം ഇൻക്രീസ്ഡ് ബൈ പ്രോഫിറ്റ് ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. നമ്മൾ വേറെ എവിടെയെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ടിൽ നമുക്ക് ആ ഒരു ഇൻട്രസ്റ്റിന് ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട്. അപ്പം അത് എന്താണ്? ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇൻക്രീസ്ഡ് ബൈ പ്രോഫിറ്റ് ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ക്യാപിറ്റൽ കുറയുന്നത് എങ്ങനെയാണ്? ലോസ് സംഭവിക്കാം. ഇപ്പം നമ്മുടെ ബിസിനസ് ലോസിലാണ് പോകുന്നതെങ്കിൽ നമ്മൾ മുതലിൽ നിന്നും എടുത്ത് നമ്മൾ എംപ്ലോയീസിനൊക്കെ സാലറി കൊടുക്കേണ്ടി വരും. സോ ഡിക്രീസ്ഡ് ബൈ ലോസ്. ഡ്രോയിങ്സ് നമ്മൾ പഠിച്ചു. പ്രൊപ്പറേറ്റർ സ്വന്തം ആവശ്യത്തിന് വേണ്ടി വിഡ്രോ ചെയ്യുന്ന എമൗണ്ടുകളെ വിളിക്കുന്ന പേരാണ് എന്ത്? ഡ്രോയിങ്സ്. ഈ ഡ്രോയിങ്സിൽ എന്ത് ഈടാക്കുന്നുണ്ട്? ഇൻട്രസ്റ്റ് ഈടാക്കുന്നു. കാരണം ബിസിനസ് ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ടാണ് കാണുന്നത്. സോ 148. വാട്ട് യു മീൻ ബൈ ഡ്രോയിങ്സ് എന്താണെന്നാണ്? ദ എമൗണ്ട് വിത്ത് ഡ്രോൺ ബൈ പ്രൊപ്പറേറ്റർ ആൻഡ് ഹാസ് ദ എഫക്റ്റ് ഓഫ് reducing the balance on his capital account. Drawings shown by deducting from the capital amount. 149. The proper grouping and presenting of items in ബാലൻസ് ഷീറ്റ് ഈസ് നോൺ ആസ്. അപ്പോൾ ഒരു ബാലൻസ് ഷീറ്റിൽ പ്രോപ്പറായിട്ട് ഐറ്റംസിനെ ഗ്രൂപ്പ് ചെയ്യുന്നതിനെയും പ്രസൻറ്റ് ചെയ്യുന്നതിനെയും വിളിക്കുന്ന പേരെന്താണ്? മാർഷലിംഗ് ആൻഡ് ഗ്രൂപ്പിംഗ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റി. അപ്പം നമ്മൾ കഴിഞ്ഞ പാർട്ടിലൊക്കെ പഠിച്ചിട്ടുണ്ട് മാർഷലിംഗ് എന്താണെന്ന്. സെയിം ഐറ്റംസ് ഒരേ നേച്ചറിൽ വരുന്നതിനെ ഒരേ ഹെഡിങ്ങിലാക്കുന്നതിനെയാണ് മാർഷലിംഗ് എന്ന് പറയുന്നത്. ഇത് പ്രോപ്പർ grouping and presenting of items in balance sheet is called marshalling and grouping of assets and liabilities. Next 150. In a balance sheet the assets and liabilities are arranged in. ഇപ്പോൾ നമ്മൾ പഠിച്ചു ബാലൻസ് ഷീറ്റിൽ രണ്ട് രീതിയിൽ നമുക്ക് അസറ്റുകളെ ലയബിലിറ്റിയെ അറേഞ്ച് ചെയ്യാം. ഒന്നെങ്ങനെയാണ്? ഇത് ഓർഡർ ഓഫ് ലിക്വിഡിറ്റി ഓർ പെർഫോമൻസ്. ഓർഡറിൻ്റെ ബേസിസിലോ പെർഫോമൻസിൻ്റെ ബേസിലോ നമുക്ക് അറേഞ്ച് ചെയ്യാം. എങ്ങനെ? ബാലൻസ് ഷീറ്റിൽ അസറ്റ്സിനെ ലയബിലിറ്റിയെ അറേഞ്ച് ചെയ്യാൻ പറ്റും. ഓർഡർ ഓഫ് ലിക്വിഡിറ്റി ആൻഡ് ഓർഡർ ഓഫ് പെർഫോമൻസ്. നെക്സ്റ്റ് 151. വാട്ട് ഈസ് കോൾഡ് ഗ്രൂപ്പിംഗ്?
ഗ്രൂപ്പിംഗ് എന്താണെന്നാണ്. പുട്ടിംഗ് ടുഗദർ ഐറ്റംസ് ഓൺ സിമിലർ നേച്ചർ അണ്ടർ എ കോമൺ ഹെഡിങ്. അപ്പം നമ്മൾ ലെഡ്ജർ പഠിച്ചപ്പോഴേ പഠിക്കുന്നതാണ് ഗ്രൂപ്പിംഗ് എന്താണെന്ന്. പുട്ടിംഗ് ടുഗദർ ഓഫ് ഐറ്റംസ് സിമിലർ നേച്ചർ അണ്ടർ എ കോമൺ ഹെഡിങ്. കോമൺ ഹെഡിങ്ങിൻ്റെ ഒരേ നേച്ചറിലുള്ള ഐറ്റംസ് കോമൺ ഹെഡിങ്ങിൽ കൊണ്ടുവരുന്നതിനെയാണ്, സിമിലർ നേച്ചറിലുള്ള ഐറ്റംസ് ഒരു ഹെഡിങ്ങിൽ കൊണ്ടുവരുന്നതിനെയാണ് ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നത്. അടുത്ത 152 എക്സാമ്പിൾസ് ഓഫ് ഗ്രൂപ്പിംഗ്. ഗ്രൂപ്പിങ്ങിൻ്റെ എക്സാമ്പിൾസ് ആണ്. ദ ബാലൻസ് ഓഫ് ഗുഡ്സ് ഓഫ് ക്യാഷ്, ബാങ്ക്, ഡെറ്റേഴ്സ് എക്സെട്ര ക്യാൻ ബി ഗ്രൂപ്പ്ഡ് ആൻഡ് ഷോൺ അണ്ടർ ദ ഹെഡിങ് കറണ്ട് അസറ്റ്, ആൻഡ് ദ ബാലൻസ് ഓഫ് ഓൾ ഫിക്സഡ് അസറ്റ് ആൻഡ് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് അണ്ടർ ദ ഹെഡിങ് ഓഫ് നോൺ കറണ്ട് അസറ്റ്. അപ്പോൾ ഇവിടെ ഗ്രൂപ്പ് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്? അസറ്റും കറണ്ട് അസറ്റും നോൺ കറണ്ട് അസറ്റിൻ്റെയും ഹെഡിങ്ങിൽ എന്തൊക്കെ വരും എന്നാണ്. ഇത് ബാലൻസ് ഓഫ് ക്യാഷ് അക്കൗണ്ട്, ബാങ്ക്, ഡെറ്റേഴ്സ് എക്സെട്ര, അതൊക്കെ എവിടെയാണ് വരുന്നത്? കറണ്ട് അസറ്റാണ്. കറണ്ട് അസറ്റ് അല്ലേ ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ഡെറ്റേഴ്സ്, സൺട്രി ഡെറ്റേഴ്സ്, ഇതൊക്കെ ഏതിൻ്റെ ഹെഡിങ്ങിൽ പോവും? കറണ്ട് അസറ്റിൻ്റെ ഹെഡിങ്ങിൽ പോവും. ഇനി നോൺ കറണ്ട് അസറ്റ് എവിടെ എന്തൊക്കെയാണ്? ഓൾ ഫിക്സഡ് അസറ്റ്, ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ അതൊക്കെ എന്താണ്? ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്, അതൊക്കെ ഒരു നോൺ കറണ്ട് അസറ്റിൻ്റെ ഹെഡിങ്ങിലാണ് പോകുന്നത്. ഫിക്സഡ് അസറ്റും ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റും എല്ലാം നോൺ കറണ്ട് അസറ്റിൻ്റെ ഹെഡിങ്ങിലാണ് പോകുന്നത്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ബാലൻസ് ഷീറ്റിൻ്റെ പ്രിപ്പറേഷന് വേണ്ടി നമുക്ക് ആവശ്യമുള്ളത്. മെയിനായിട്ട് ബാലൻസ് ഷീറ്റിൻ്റെ അകത്തുള്ള ടേംസുകളാണ്. അപ്പോൾ നമുക്കതിനെ ഏത് രണ്ട് രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്ന കാര്യങ്ങളും അതിനകത്ത് വരുന്ന ഐറ്റംസും ആണ് ഈ ഒരു പോർഷനിൽ പറഞ്ഞത്. താങ്ക് യു.